കായംകുളത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാതയിൽ പുതിയിടം മുതൽ കൊറ്റുകുളങ്ങര വരെ ഉയരപാത നിർമ്മിക്കണമെന്ന വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ യോഗം വിളിച്ചുകൂട്ടാൻ കായംകുളത്തെ ജനപ്രതിനിധി തയ്യാറാകണമെന്ന് സോഷ്യൽ ഫോറം. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഒ ഹാരിസ് പറഞ്ഞു. കായംകുളത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാതയിൽ പുതിയിടം മുതൽ കൊറ്റുകുളങ്ങര വരെ ഉയരപാത നിർമ്മിക്കണമെന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി അടിയന്തരമായി ദേശീയപാത അതോറിറ്റിയുടെ യോഗം വിളിക്കാൻ കായംകുളത്തെ ജനപ്രതിനിധി തയ്യാറാവണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. കായംകുളത്തൂടെ കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് പുതിയിടം ജംഗ്ഷൻ മുതൽ കൊറ്റുകുളങ്ങര വരെ ഉയരപ്പാത വേണമെന്ന ആവശ്യം കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കായംകുളത്തെ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഉടൻ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ യോഗം വിളിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പുതിയ ഭരണ സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും മുന്നിൽ നിന്ന വിഷയം എന്ന് പറയുന്ന കായംകുളത്തൂടെ കടന്നു പോകുന്ന ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലയിടത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഈ ജനാഭിലാഷം മാനിക്കുന്നതിന് വേണ്ടി ദേശീയപാത അതോറിറ്റിയും ജില്ലാ കളക്ടറും നമ്മുടെ ജനപ്രതിനിധിയും ചേർന്നുള്ള യോഗം അടിയന്തരമായി വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ ഈ കഴിഞ്ഞ നേരത്തെ വന്ന പ്ലാനിൽ കൂടെ തന്നെ ഈ പണിഞ്ഞു പോവുകയും ചെയ്യും. അവസാനം 10-100 വർഷക്കാലം ഈ കായംകുളത്തിൻ്റെ പട്ടണത്തിൻ്റെ ദുരവസ്ഥ മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൊണ്ട് കായംകുളത്തെ ജനങ്ങളുടെ അഭിലാഷം എന്ന് പറയുന്നത് കായംകുളത്തെ എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ളതാണ്. ആ അഭിലാഷം അവരെ അറിയിക്കുകയും അതിന് വേണ്ട നടപടികളും മുന്നോട്ട് പോകണം എന്നതാണ് സോഷ്യൽ ഫോറം ആവശ്യപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കായംകുളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു വലിയ ആഗ്രഹം നടപ്പാക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഈ ഹൈവേ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കരാർ കമ്പനിയും അതേപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും കളക്ടറുമായി ചേർന്നുള്ള ഒരു യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് കായംകുളത്ത് ഉയരപ്പാത അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരണം. അത് എത്രയും വേഗം തന്നെ കാര്യങ്ങളിലേക്ക് കടക്കണം. ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും മണ്ണിട്ടുയർത്തുന്നതും കാരണം വർഷകാലത്ത് ആയിരക്കണക്കിന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറി ജനജീവിതം ദുസ്സഹമാകുന്നു. താൽക്കാലിക സംവിധാനം ഒരുക്കി ലക്ഷങ്ങൾ പഴയ്ക്കുന്നത് ഒഴിവാക്കാനും ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഉടൻ അധികാരികളുടെ യോഗം വിളിക്കണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഒ ഹാരിസ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.